ഗായ്സ് രാവിലെ അമ്പലത്തോട് പോരിങ്ങി കിട്ടി കേട്ടോ. നമ്മുടെ പുതിയ ക്ഷേത്രത്തിൽ വിളിച്ചു കേട്ടോ. റോഡ് പണി നടക്കുന്നുണ്ട്, വലിയ ഉത്സവം പരിപാടിയൊന്നുമില്ല. ഒരു കെട്ടുകാഴ്ചയും രണ്ടത് ഫ്ലോട്ടൊക്കെ ഉള്ളതെന്ന് പറയണം കേട്ടോ. അങ്ങനെ നേരെ അമ്പലത്തോട് വന്നു. മൈതാനത്ത് കെട്ടുകാഴ്ചയൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര പരിപാടി നടക്കുന്ന അമ്പലം, പക്ഷേ എന്താ ചെയ്യാൻ വിഷമമുണ്ട് നല്ല. അങ്ങനെ നേരെ വഴിപാടും അർച്ചനയും പറയൊക്കെ നടത്തി നേരെ പായസവും അർച്ചന ഒക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോകട്ടെ. വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത വീട്ടിൽ പെരുന്നാളായതുകൊണ്ട് പൊറോട്ട ഇറച്ചിക്കറിയൊക്കെ കൊണ്ടു തന്നു. അതൊക്കെ കഴിച്ച് പിന്നെ രാവിലെ പിന്നെ പായസം വഴിപാടുണ്ട്, അതും കഴിച്ച് അമ്മ അനിയത്തി ഞാനും എല്ലാം കൂടി സദ്യ ആക്കി കേട്ടോ. ഞങ്ങൾ സദ്യയൊക്കെ റെഡിയാക്കി അച്ഛനൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാം കൂടി പായസമൊക്കെ വെച്ച് ഉച്ചയൊക്കെ അപ്പോൾ അനിയത്തി പോയി പായസം മിക്സ് വാങ്ങിക്കൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കി. പിന്നെ വൈകുന്നേരമൊക്കെ അപ്പോൾ ഞങ്ങൾ റെഡിയായി, ഏട്ടനും വന്ന് അങ്ങനെ ഞങ്ങൾ റെഡിയായി പുതിയ അമ്പലത്തിലോട്ട് വന്നു കേട്ടോ. കുറച്ച് പരിപാടിയൊക്കെ ഉള്ളായിരുന്നു, നല്ല വിഷമമുണ്ട് കേട്ടോ. മറ്റേ ഇങ്ങനെയൊന്നും അല്ല, ഞങ്ങളുടെ അമ്പലത്തിൽ ഭയങ്കര പരിപാടി നടക്കുന്ന അമ്പലമാണ് കേട്ടോ. കുറച്ച് എന്നാൽ ഒരു കെട്ടുകാഴ്ച 3 ഫ്ലോട്ടോ അങ്ങോട്ടേ ഉള്ളായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു, മറ്റേ ഭയങ്കര തിരക്ക്, വൻ തിരക്ക് കേട്ടോ. റോഡ് പണി നടക്കുന്നുണ്ട്, എന്തോ ചെയ്യാനാണ്. പിന്നെ നേരെ ഞങ്ങൾ ആ വഴി പിന്നെ നമ്മുടെ എടക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് അന്നത്തെ ദിവസം തന്നെ എടക്കുളങ്ങര അമ്പലത്തിൽ വിളിച്ചു കേട്ടോ. അങ്ങനെ നേരെ വന്നപ്പോഴത്തേക്കും DJ ഒക്കെ ഉണ്ടായിരുന്നുണ്ട്, DJ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കരമായിരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തി ഏട്ടനൊക്കെ ഭയങ്കര തുള്ളലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ അതിനകത്ത് കിടന്ന് ഭയങ്കര തുള്ളലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെ തീർക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ നല്ല വിഷമമുണ്ട്, അമ്പലത്തിൽ ഉത്സവമൊന്നും പരിപാടിയൊന്നും ഇല്ലാത്ത നല്ല വിഷമമുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടക്കുളങ്ങര അമ്പലത്തിൽ നിന്ന് പരിപാടിയൊക്കെ കണ്ട് അവിടെ നല്ല പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മഴ പെയ്ത് പിന്നെ അവിടെ കയറി നിന്നിട്ട് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് നേരെ പിന്നെ വീട്ടിലോട്ട് വിട്ട് അടുത്ത വീട്ടിൽ കാണാവേ. ബൈ.